69,000 ജെനുവിന് കിലോമീറ്ററാണ്. കാരണം ഞാൻ ഇന്നലെ ഇത് തൊട്ട് നമ്മളെ ഷോപ്പിന്റെ അടുത്തുള്ള ഒരു പാർട്ടിന്റെ വണ്ടിയാണ്. മൂപ്പര് ഈ വണ്ടി എടുക്കുമ്പോ 42,000 കിലോമീറ്റർ മൂപ്പര് കിട്ടിയത്. അതിന് ശേഷം മൂപ്പരെ കൂട്ടുകാരന് കൊടുത്ത് 52,000 കിലോമീറ്റർ. ഇപ്പൊ മൂപ്പരെ കൂട്ടുകാരൻ ഓടിയതാണ് 69,000 കിലോമീറ്റർ. അത് ജെനുവിനാണെന്നുള്ളതിൽ ധൈര്യമായിട്ട് കൊടുക്കുക. കാരണം നമ്മൾ ആദ്യം വിശ്വസിച്ചില്ല, പക്ഷെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അറിയാം ആ കിലോമീറ്റർ ജെനുവിനാന്നുള്ളത്. ഓടിച്ചാലും മനസ്സിലാവും. കാരണം ഓടിക്കാനൊക്കെ അടിപൊളി നല്ല ക്വാളിറ്റി. കാരണം ടച്ചപ്പ് കൂടുതൽ കേറിയിട്ടില്ല. വണ്ടി ഒറിജിനാലിറ്റി വണ്ടി. അതായത് ബോഡി ഷേപ്പ് കുട്ടികളൊന്നും കേറില്ല. ബോഡി ലൈനും കറക്റ്റ് ആണ്. വണ്ടിമ തുരുമ്പും കാര്യങ്ങളും ഒന്നുമില്ല, റീപ്ലേസും ഇല്ല. ആകെ ഈ ചെറിയൊരു ക്രാക്ക് ഉണ്ട് ഗ്ലാസിന് ചെറുത്. ചെറിയൊരു അതായത് ഇത് 5 വർഷത്തിന്റെ അടുത്തായി ഈ ക്രാക്കായി. ഈ ക്രാക്ക് ഇതുവരെ ഒരു പ്രശ്നമില്ല. അതുകൊണ്ട് ചെറിയ ക്രാക്കാണ്. അതിന് വെള്ള ലീക്കോ കാര്യങ്ങളൊന്നും ഇല്ല. 5 എന്തൊക്കെയുണ്ട്? എന്താ നമ്മളെ പ്രേക്ഷകരോട് എന്ത് പറയാനുള്ള? എന്താ പ്രഷർ? വണ്ടിയൊക്കെ കുറച്ച് കേറി വണ്ടി ഇപ്രാവശ്യം കുറച്ച് ലോ ബഡ്ജറ്റ് വണ്ടികൾ. ലോ ബഡ്ജറ്റ് എന്നാലും മിനിയാന്നായിട്ട് വന്നതാ. അത് വീഡിയോ ഇട്ട ടൈമില് എല്ലാ ആൾക്കാരോട് വിളിച്ചാണ്ട് വരാം. വീഡിയോ ഇട്ടപ്പോ തന്നെ വണ്ടി കൊടുത്തു. ഞാൻ പറഞ്ഞു വീഡിയോ ഇട്ടിട്ട് വണ്ടി കൊടുത്തു പറഞ്ഞാല് വിളിച്ച ആൾക്കാരാരാ അവര് വന്നു. അങ്ങനെ അർജന്റ് ആണെങ്കിൽ അഡ്വാൻസ് അഡ്വാൻസ് ഇട്ടൊക്കെ നമ്മൾ 2 ദിവസം പിടിക്കും. എന്തായാലും പിടിച്ചെടുത്തു. കൂടുതൽ എല്ലാരും വന്നിട്ട് ഏറ്റവും ബെറ്റർ. കാരണം നമുക്ക് കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഒരാൾ വന്നിട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് എടുക്കണതാണ് നമുക്ക് ഏറ്റവും തൃപ്തി. നമ്മളെന്തായാലും ഫുള്ള് ചെക്ക് ചെയ്തിട്ട് വണ്ടി വെക്കണം. കാരണം മെക്കാനിക്കൽ ഭാഗം റീപ്ലേസും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. ഉണ്ടെന്നുണ്ടെങ്കിൽ റീപ്ലേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ട് കൊടുക്കും. പാർട്ടി ഉണ്ടെങ്കിൽ നമ്മളെന്തെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പറഞ്ഞിട്ടേ കൊടുക്കുള്ളൂ. പിന്നെ ഉള്ളത് ജെനുവിന് വണ്ടികളേക്കാരം. പറഞ്ഞ വർക്ക് ഇതുവരെ ഇപ്പൊ നിങ്ങൾ വീഡിയോ ചെയ്തില്ല. ആ വീഡിയോ ചെയ്തതിനെ 3-ാമത്തെ ദിവസം തന്നെ ഫുള്ള് തീർന്നു. ഞാൻ നിങ്ങളെ വിളിക്കാത്ത ഇപ്പൊ 3-4 ദിവസം നിങ്ങളെ വിളിക്കാത്ത വണ്ടി ഇല്ലാത്തോണ്ടാണ് വിളിക്കാത്തത്. ഞാൻ എന്തായാലും വിളിച്ചത് എന്താ നമ്മള് ഇപ്പൊ ചെയ്തിട്ട് ആകെ 2 ആഴ്ച ആയിട്ടുള്ളൂ. 2 ആഴ്ച ആയില്ല, 10 ദിവസം. ഈ മാസം ഫസ്റ്റിൽ നമ്മള് ചെന്നിപ്പോ 10-ാം തീയതി ആവണുള്ളൂ. ഫസ്റ്റ് വന്ന 2-ാം തീയതി നമ്മളിട്ട് അത് കഴിഞ്ഞിട്ട് വണ്ടികളൊക്കെ പോയി. പിന്നെ 2-ാമത് വണ്ടിപ്പോ നമ്മള് ഇന്നലെ മിനിയാന്നായിട്ട് കുറച്ച് വണ്ടികൾ വർക്കുകളൊക്കെ കഴിഞ്ഞ് സ്റ്റോക്ക് കയറിയ വണ്ടികളാണ്. അപ്പൊ അതും കൂടി പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കാം. തീർച്ചയായിട്ടും ആർക്കെങ്കിലും വണ്ടി ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവർ വന്ന് നോക്കിക്കോട്ടെ. ഡെലിവറി ആണെങ്കിൽ ഒരു പറഞ്ഞ ലൊക്കേഷൻക്കാണ് അവിടെ നമ്മൾ എത്തിച്ചു കൊടുക്കും. ഒരാളുണ്ട്, അവനെ അവിടെ എത്തിച്ചേരും. അവർക്ക് അഥവാ പറ്റിയിട്ടില്ലെങ്കിൽ ആള് പിന്നെ ഇവിടുന്നാണ്ട് പോണതിന്റെ അതിന്റെ ചെലവ് എണ്ണന്റെ പൈസയും അവർക്കുള്ള ചെറിയൊരു ശമ്പളം ഇവർക്ക് പോകുള്ളൂ. അവർക്ക് പറ്റിയിട്ടില്ലെങ്കിൽ ഞാൻ ഇതുവരെ നിലവിൽ പോയ വണ്ടികളൊന്നും പറ്റാതെ പോന്നിട്ടില്ല. വണ്ടിന്റെ കാര്യമാണ് വെച്ചാൽ നമുക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടൂല. നമ്മൾ കണക്കാണെങ്കിൽ വണ്ടിന്റെ കാര്യങ്ങൾ കറക്റ്റ് ബോഡി ലൈനും കാര്യങ്ങളും നമ്മൾ കൂടുതൽ പുട്ടിയും കാര്യങ്ങളൊന്നും കയറാത്ത വണ്ടികളൊക്കെ അത് ബോഡിമുള്ള ഒറിജിനാലിറ്റി ഉള്ള ബോഡികളുള്ള വണ്ടികളെ അടുത്തുണ്ടാവുള്ളൂ. അങ്ങനത്തെ വണ്ടി നമ്മൾ എടുക്കലുള്ളൂ. അല്ല, നിങ്ങൾ എടുക്കുമ്പോ നിങ്ങൾക്ക് അതിന്റെ എല്ലാം അതെ വലിയ ഓവറായിട്ട് നമ്മളത് വിലയും കൂടുതൽ ഉണ്ടാവൂല. നോർമൽ വില. പക്ഷെ എന്നാ നല്ല ക്വാളിറ്റി നല്ല ക്ലിയർ ആക്കി വണ്ടികൾ ഉണ്ടാവുള്ളൂ. പാർട്ടിക്ക് ഇവിടുന്ന് കൊണ്ടുപോയി പെട്രോൾ അടിച്ച് ഓടുന്ന കണ്ടീഷനിലെ വണ്ടികൾ ഉണ്ടാവും. 20 ദിവസം ഗ്യാരണ്ടി ഉണ്ടാവും. അതിന്റെ ഇടയിൽ പോയിട്ട് നമ്മൾ കാണാത്ത എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ കൊണ്ടുവന്ന് നമ്മൾ നന്നാക്കി കൊടുക്കും ചെയ്യാം. കാരണം നമ്മളതൊക്കെ ക്ലിയർ ആക്കി വെക്കണം. പറയാൻ പറ്റില്ല. ചിലപ്പോ നമ്മൾ കാണാത്ത കംപ്ലൈന്റ് എന്തുണ്ടെങ്കിൽ ഒരു കൊണ്ടുവന്നിട്ട് നമ്മൾ ക്ലിയർ ആക്കി കൊടുക്കും. ഇങ്ങനെയൊക്കെ ഒരു ഡീലും പറയില്ല കേട്ടോ. അതായത് മോഡൽ കുറഞ്ഞ വണ്ടികൾക്കാണ് മൂപ്പര് പറയുന്നത്. മോഡൽ കൂടിയ വണ്ടികൾക്ക് പിന്നെ വാറണ്ടി ഒരു 6 മാസമൊക്കെ വാറണ്ടി കൊടുക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ സ്വിഫ്റ്റ് 2014-15 റേസർ നിങ്ങൾ അന്ന് ഞാൻ വീഡിയോ ഇട്ടപ്പോ പോയല്ലേ. അതിന്റെ പിറ്റേഴ്സ് രാവിലെ ഞാൻ പറഞ്ഞ 5-ാമത്തെ ഓണറാണ്. 160 ഓടിന് പാർട്ടി ഞാൻ സ്റ്റെയർ എടുത്തില്ല. പാർട്ടി കറക്റ്റ് സ്റ്റെയർ എടുത്ത് വന്ന് രാവിലെ ഫുൾ പേയ്മെന്റ് ലോണല്ല റെഡി പൈസ എടുത്തു പോയി. അത് കറക്റ്റാണ്. പക്ഷെ വണ്ടി അത്ര വണ്ടി ഓടിച്ചു നോക്കി. ഞാൻ പറഞ്ഞ നിങ്ങൾ ഓടിച്ച കൊണ്ടേ കാണിച്ചു കൊടുത്തോളൂ. ഫുള്ള് ചെക്ക് ചെയ്തൊരു 10 കിലോമീറ്റർ ഓട്ടി പൈസ നിന്ന് കൊണ്ടുപോയില്ല. ആ സെലേരി 4-ാമത്തെ ഓണറായി ഓട്ടോമാറ്റിക്. അതും പോയി. വണ്ടി പോയി. വണ്ടി അത് കറക്റ്റ് കിലോമീറ്റർ ആണ്. 120 കറക്റ്റ് സർവീസ് ഉള്ള വണ്ടിയാ. എടുത്തു പോയി. വണ്ടി ആരും ഇവിടെ എന്നല്ല എവിടെ പോയാലും ചെക്ക് ചെയ്യാതെ ആരും എടുക്കൂല. പിന്നെ കുറെ ആൾക്കാരെ നമ്മളെ വിശ്വസിച്ച് വരുന്ന ആൾക്കാരാണ്. കുറെ ആൾക്കാർ ഇപ്പൊ നമ്മള് ആ വണ്ടിനെ പറ്റി അറിയാത്ത കൂടുതൽ ആൾക്കാരെ നമ്മൾ ചോദിച്ചിട്ട് നമ്മൾ കറക്റ്റ് പറഞ്ഞു. ഇപ്പൊ വണ്ടി എടുത്തിട്ടില്ലെങ്കിലും എന്നോട് കുറെ ആൾക്കാരുടെ സംശയത്തിന് വിളിച്ചാണ്ട് ചോദിക്കലുണ്ട്. ഞാൻ പറഞ്ഞു കൊടുക്കലുണ്ട്. എന്തെങ്കിലും ഇപ്പൊ പുറത്തുനിന്ന് ഒരു വണ്ടി കണ്ട് ഇതിന്റെ കംപ്ലൈന്റിന്റെ കാര്യങ്ങൾ പറയുമ്പോ ഞാൻ പറഞ്ഞ അതിന്റെ റേറ്റ് നിങ്ങൾക്ക് പാകാണ്. ചിലപ്പോ മറ്റേ വില കുറഞ്ഞ് കിട്ടുമ്പോ ഞാൻ പറയും എന്തെങ്കിലും ചെക്ക് ചെയ്താളി. തട്ടമുട്ടുണ്ടോന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്താളി. നമുക്ക് വരാൻ പറ്റൂല. അങ്ങനെ എന്തുണ്ടെങ്കിലും ഇവിടെ വന്ന് നമ്മൾ ചെക്ക് ചെയ്തിട്ട്
കാണിച്ചു എന്തുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കുകയും ചെയ്യാന്ന് പറഞ്ഞു. അതാണ് നമ്മളെ കണ്ടീഷൻ. എപ്പോ ഫോൺ അടിച്ചാലും നമ്മൾ കിട്ടും ചെയ്യും. ഇനി നമ്മുടെ അടുത്ത് വണ്ടി എടുത്തിട്ടില്ലെങ്കിൽ പുറത്തുനിന്ന് വണ്ടി എടുത്താൽ അതിന്റെ സംശയം ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കാം, നമ്മൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കും. നമുക്ക് അങ്ങനത്തെ ഒരു വിഷയമുള്ള കാര്യം. നല്ലൊരു മനസ്സാണ് നിങ്ങള്. അപ്പോ ബ്രോ പിന്നെ ലൊക്കേഷൻ എങ്ങനെ? നമ്മളത് മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടി എയർപോർട്ട് ജംഗ്ഷൻ കൊളത്തൂർ അല്ലേ? അതെ. അപ്പൊ നമുക്ക് ഓരോ വണ്ടിയായിട്ട് കാണിച്ചു കൊടുക്കല്ലേ? ആദ്യമായിട്ട് ഒരു നാനോ കാർ കാണിച്ചു കൊടുക്കല്ലേ? അതും എന്താ കളർ അല്ല, അടിപൊളി കളർ, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കളർ, നല്ല അടിപൊളി കളർ. എങ്ങനെയായിരുന്നു ബ്രോ ഇത്? 2017 നാനോ ടിസ്റ്റ് AC ഉണ്ടാവും, ടിസ്റ്റ് ഡിക്കുള്ളത് ഓപ്പൺ ആക്കണ AC ഉണ്ടാവും, പവർ സ്റ്റാറിംഗ് ഉണ്ടാവും, രണ്ട് ഫ്രണ്ടിലേക്ക് 2 പവർ വിൻഡോ. ഓക്കെ. തട്ടുമുട്ടും കാര്യങ്ങളൊന്നുമില്ല. ടയറൊക്കെ ഒരു 75% ഓടാനുള്ള ടയറും. ടയറൊക്കെ കട്ടുള്ള ടയറാണ്. സെക്കൻഡ് ഓണർ ആണ്. 59,000 കിലോമീറ്റർ കൂടി വണ്ടി. ആകെ 59,000 ആവാനുള്ളൂ. 58,900 കിലോമീറ്റർ ഓടിക്കുള്ളൂ. കിലോമീറ്റർ ഒക്കെ കറക്റ്റ് ജെന്യൂൻ കിലോമീറ്റർ ആണ്. ഇന്റീരിയർ ഭാഗത്തൊക്കെ നല്ല വൃത്തിയില്ല, അടിച്ചാൽ നല്ല, അതായത് ബോഡിമേ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും ഇല്ല. നാനോ കാർ നോക്കുന്ന ആൾക്ക് കണ്ണ് ചിമ്മിട്ട് എടുക്കാം. മാനുവൽ. ഓക്കെ. വേറെ റീപ്ലേസ് ഒന്നുമില്ല, ഒന്നുമില്ല അല്ല. ഓക്കെ. പെട്രോൾ അടിക്കാൻ കൂടെ വേറെ പണികളൊന്നുമില്ല, വേറെ ഒരു പണിയില്ല. നല്ല മെക്കാനിക്കൊക്കെ ഫുൾ ഫിറ്റ്. ഞാനിതാ കൊണ്ടുവരുന്നില്ല ഇപ്പൊ 2 ദിവസം ആയിട്ട്. AC ഇട്ടാണ്. AC ഒക്കെ നല്ല തണുപ്പാ. AC ഇട്ടാണ് 10-25 കിലോമീറ്റർ മൈലേജ് ഉണ്ടാവില്ലേ? നമുക്ക് മഴയുള്ള സ്കൂട്ടിന്റെ മൈലേജ് ഉണ്ടാവില്ലേ? മൈലേജ് നല്ല മൈലേജ് ഉണ്ടാവും. സാധനം 2 സിലിണ്ടർ അല്ലേ, മൈലേജ് കൂടെ ചെയ്യാം. മറ്റേ 3 സിലിണ്ടർ ഒക്കെ ആകുമ്പോൾ 20 കിലോമീറ്ററിന് അടുത്തല്ലേ. ഇത് 2 സിലിണ്ടർ വരാം. 2 സിലിണ്ടർ ആകുമ്പോൾ ഏകദേശം 25, 24, 23 ഒക്കെ എന്തായാലും കിട്ടും. ഓക്കെ. എത്ര ഇത് നമുക്ക് 1.25 കൊടുക്കാം. 1.25 കൊടുക്കാം. 1.25 ലാസ്റ്റ് ഫൈനലാക്കി കൊടുക്കും. 17 വണ്ടി, 2017 വണ്ടി. ലോൺ കിട്ടുമോ? ലോൺ സേട്ട് ലോൺ കിട്ടുള്ളൂ. ഇത് നാനൊക്കെ ലോൺ ഫിനാൻസ് കുറവാ കിട്ടും. ഞാൻ വലിയ 2 ലക്ഷത്തിന്റെ മാർക്കറ്റ് ഇല്ലല്ലോ, കുറവുള്ള. അപ്പൊ അതിനനുസരിച്ച് സേട്ട് ഫിനാൻസ് കയറും ഇവിടെ അടുത്തുള്ള. ഇതൊക്കെ ചെറിയ പൈസ. ചെറിയൊരു ഗോൾഡ് വെച്ചൊക്കെയാണെങ്കിൽ വണ്ടി എടുത്തു പോവാം, റെഡിക്കായി കൊണ്ടുപോവാം. അപ്പൊ ആവശ്യക്കാര് വിളിച്ചോട്ടെ. ചെറിയൊരു ബഡ്ജറ്റിൽ വാഗണർ നോക്കുന്നവർക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി വണ്ടി. ബ്രോ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ ഒന്ന് പറഞ്ഞോട്ടെ. ഇത് 2007 മോഡലാണ്. LXI AC ഉണ്ടാവും, പവർ സ്റ്റാറിംഗ് ഉണ്ടാവും. ഫാൻസി നമ്പറാണ്, KL 11 വണ്ടി. 5544 ഫാൻസി നമ്പർ. ഏറ്റവും ഹൈലൈറ്റ് ആണ് 69,000 കിലോമീറ്റർ. അത്ര ഓടിച്ചു. 69,000 ജെനുവിന് കിലോമീറ്റർ. കാരണം ഞാൻ ഇന്നലെ ഇത് നമ്മുടെ ഷോപ്പിന്റെ അടുത്തുള്ള ഒരു പാർട്ടിന്റെ വണ്ടിയാ. മൂപ്പര് ഈ വണ്ടി എടുക്കുമ്പോ 42,000 കിലോമീറ്റർ മൂപ്പര് കിട്ടിയത്. അതിനുശേഷം മൂപ്പരെ കൂട്ടുകാരന് കൊടുത്ത് 52,000 കിലോമീറ്റർ. ഇപ്പൊ മൂപ്പരെ കൂട്ടുകാരൻ ഓടിയതാണ് 69,000 കിലോമീറ്റർ. ഞാൻ പറഞ്ഞു അത് ജെനുവിൻ ആണെന്നുള്ളതിൽ ധൈര്യമായിട്ട് കൊടുക്കുക. കാരണം നമ്മൾ ആദ്യം വിശ്വസിച്ചില്ല, പക്ഷെ വണ്ടി സ്റ്റാർട്ട് ചെയ്തറിയാം ആ കിലോമീറ്റർ ജെനുവിൻ ആണെന്നുള്ളത്. ഓടിച്ചാലും മനസ്സിലാവും. കാരണം ഓടിക്കാനൊക്കെ അടിപൊളി, നല്ല ക്വാളിറ്റി. കാരണം ടച്ചപ്പ് കൂടുതൽ കേറിയിട്ടില്ല. വണ്ടി ഒറിജിനാലിറ്റി വണ്ടി. അതായത് ബോഡി ഷേപ്പ് കുട്ടികളൊന്നും കേറില്ല, ബോഡി ലൈനും കറക്റ്റ് ആണ്. വണ്ടിമേ തുരുമ്പും കാര്യങ്ങളും ഒന്നുമില്ല, റീപ്ലേസും ഇല്ല. ആകെ ഈ ചെറിയൊരു ക്രാക്ക് ഉണ്ട്, ഗ്ലാസിന് ചെറുത് ചെറിയൊരു. അതായത് ഇത് 5 വർഷത്തിന്റെ അടുത്തായി ഈ ക്രാക്ക്. ഇതുവരെ ഒരു പ്രശ്നമില്ല. അതുകൊണ്ട് ചെറിയ ക്രാക്കാണ്. അതിന് വെള്ള ലീക്കോ കാര്യങ്ങളൊന്നും ഇല്ല. 5 കൊല്ലമായിട്ട് ഇപ്പൊ ആ ക്രാക്ക് കഴിഞ്ഞ 5 കൊല്ലായി. അത് അങ്ങനെ തന്നെ ഉണ്ട്. ഇതുവരെ മാറിയില്ല. ടയർ ഭാഗങ്ങളൊക്കെ ഏകദേശം ഒരു 75% ടയറുണ്ട്. ധൈര്യമായിട്ട് വിശ്വസിച്ച് കൊണ്ടാൻ പറ്റിയ വണ്ടി. കിലോമീറ്ററിന്റെ കാര്യത്തിൽ വണ്ടിനെ പറ്റി അറിയുന്നവന് ഓടിച്ചാൽ തന്നെ ആ കിലോമീറ്റർ കറക്റ്റ് ആണെന്നുള്ളത്. മെക്കാനിക് ഒക്കെ ഫുൾ ഫിറ്റ്. AC ഒക്കെ നല്ല തണുപ്പുണ്ട്, നല്ല മെക്കാനിക്കും ആണ്. നല്ല ബോഡി ഷേപ്പ്, തുരുമ്പ് കാര്യങ്ങൾ. റീടെസ്റ്റ് 2027 വരാം. 20 ലാസ്റ്റ് വരും. അപ്പോ ഇത് നമുക്ക് 95 റുപ്യാണ്. 95 റുപ്യ കൊടുക്കാം. അത് വണ്ടിന്റെ അതിന്റെ ഒറിജിനാലിറ്റി കൊണ്ടാണ് കേട്ടോ. നമ്മളെ ഈ വണ്ടി ഒറിജിനാലിറ്റി ഉള്ള വണ്ടിമ്മേൽ, നല്ല വണ്ടിമ്മേൽ ഞാൻ 5 റുപ്യ കയറ്റിയാലും അതമ്മ കാണാണ്ടാവും. മനസ്സിലായില്ലേ? നമ്മളിപ്പോ ഒരു തട്ടിയ വണ്ടിമ്മ നമ്മള് പണി എടുത്തിട്ട് കഴിയുമ്പോ കാര്യമില്ല. എന്റെ ഈ കാല് മുറിഞ്ഞ്, എന്റെ ഈ ഒരു കാല് മുറിഞ്ഞ് വെച്ചോളൂ. ഞാൻ രണ്ടാമത് ഓടുന്ന മാറ്റം ഉണ്ടാവും. ആദ്യം ഓടുന്നത് രണ്ടാമത് ഓടുന്നതും മാറ്റം ഉണ്ടാവും. അതേപോലെയാണ് തട്ടിയ വണ്ടിന്റെ പ്രത്യേകത വരിക. അതാണ് അതിന്റെ ജെനുവിന്. അത് കറക്റ്റ് ആണ് അല്ലേ? നമ്മളത് ഒന്ന് മുറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ സ്പീഡ് ഓടുന്നത് കണക്കുണ്ടാവും. അതേപോലെ തന്നെ വണ്ടിമ്മേൽ നമ്മൾ വണ്ടിന്റെ ഒറിജിനാലിറ്റി വണ്ടിമ്മേ നമ്മളൊരു 10 റുപ്യ കയറ്റിയാലും ആ കാണാനായി ഉണ്ടാവും. അത് 50,000. അതായത് അത് ഒരു 5 പൈസ 10 പറ്റാത്ത വണ്ടിമ്മ 10 റുപ്യ കയറ്റിട്ട് ക്വാളിറ്റി വണ്ടിക്ക് 10 രൂപ കൂടുതൽ 10, 15, 20 കൊടുത്താൽ നമുക്ക് ഇതല്ലല്ലോ. ദിമ്മൊന്നും കൊണ്ടുപോയിട്ട് ഒന്നും ചെയ്യാനില്ല. അത്രയും ക്ലിയർ ആണ് വണ്ടി. നല്ല വണ്ടിയല്ല. നമ്മളെന്താ കാര്യങ്ങൾ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കണം. കാരണം നമ്മള് വർഷാപ്പ് വഴിക്കുമ്പോ നമ്മളെ മുതലാളിമാർ നമ്മളെ
ബോസ്മാര് പറയണാണ് നമ്മൾ പറയണത്. കാരണം നമ്മൾ വർഷോപ്പ് എടുത്തല്ലേ, നമ്മളിപ്പോ കറക്റ്റ് അതിന്റെ കാര്യങ്ങൾ പറയണതാണ്. അന്നല്ല നമ്മളെ പഠിത്തം പഠിച്ചതാണ് ഇപ്പൊ നിങ്ങളോട് പറയണത്. അപ്പൊ ആവശ്യക്കാർ വിളിച്ചോട്ടെ. മാരുതിന്റെ ഈക്കോ സെയിൽസിനൊക്കെ പറ്റിയൊരു വാഹനമാണ്. 5 സീറ്റ് AC വണ്ടി അല്ലേ? എങ്ങനെയാണ് ബ്രോ ഇത്? 2010 ആണ്. 5 വർഷത്തെ പുതിയ പേപ്പർ എടുത്ത വണ്ടി എടുത്തിക്കണല്ലേ? പെട്രോൾ ആണ്, CNG ഒന്നല്ല. CNG അല്ല, പെട്രോൾ. 2030 ജൂലൈ വരെ പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എന്താ വലിയ കംപ്ലൈന്റും കാര്യങ്ങളും ഒന്നുമില്ല. അത് മെക്കാനിക്കൽ ഓടിച്ചു നോക്കിയിട്ട് മെക്കാനിക്കും കാരണം സ്റ്റാർട്ട് ചെയ്ത് നമ്മള് ട്യൂൺ ചെയ്തപ്പോ ഇഞ്ചിന്റെ പാർക്കിംഗ് ഒക്കെ സൂപ്പറാണ്. കാരണം വെള്ളം സ്റ്റാർട്ട് ചെയ്ത സൈലൻസർ കൂടെ വെള്ളം കാര്യങ്ങളൊക്കെ ട്യൂണിംഗ് ഒക്കെ കറക്റ്റ് ആയിട്ട് പോകുന്നുണ്ട്. സ്റ്റാരിങ് ഓവർ ടൈറ്റും ഇല്ല. ടയർ ബാഗ് ഏകദേശം 80% ടയർ ബാഗ് ഉണ്ട്. മെക്കാനിക്കലും ബോഡിക്കുമായിട്ടൊന്നും വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. നല്ല മെക്കാനിക്കാണ്. CNG കയറ്റുന്ന ആൾക്കാർക്ക് കയറ്റാം. പക്ഷെ പഴയ വണ്ടി CNG കയറ്റാത്തോണ്ട് എന്താ ആ വണ്ടിന്റെ പെർഫോമൻസ് അതിപ്പോ കാണാണ്ടാവും. ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം. സാധനം ഇപ്പൊ വന്നിട്ടുള്ളൂ. ഒന്ന് നിങ്ങള് പച്ചവെള്ളം കുടിക്കുന്നതിന് പകരം കാസറ്റ് കുടിച്ചാൽ എങ്ങനെ ഉണ്ടാവും? അതാണ് CNG. പണ്ട് ഗ്യാസേന്, ഇപ്പോഴാണ് CNG ആയത്. മനസ്സിലായില്ലേ? നമ്മള് പണ്ട് ഞാൻ വർഷം പണിക്കുന്ന ടൈമില് ഈ പിന്നെ ഗ്യാസും പെട്രോളും കൂടെ മിക്സ് ആയിട്ട് വണ്ടി മിസ്സിംഗ് ആയിട്ട് ലൈനിലങ്ങനെ കുടുങ്ങി കിടക്കും. ഞങ്ങളെ വിളിക്കും, വണ്ടി സ്റ്റാർട്ടിങ് ട്രബിൾ ആണ് വിളിക്കും. അത് അന്ന് നമ്മൾ പറഞ്ഞതാണ് കറക്റ്റ്. അതായത് നമ്മള് നേർക്ക് പച്ചവെള്ളം കുടിക്കുന്നതിന് പകരം കാസറ്റ് കുടിച്ചാൽ അതേമാതിരിക്കാണ് വണ്ടിക്ക് കാസറ്റ് കൊടുക്കണം. അതേപോലെയാണ് എഞ്ചിൻ വരിക. കാരണം പഴയ വണ്ടിക്ക് ഏറ്റവും ബെറ്റർ ഇഞ്ചിൻ എപ്പോഴും ലൈഫ് കിട്ടണമെങ്കിൽ അത് പെട്രോളാണ് ഏറ്റവും ബെറ്റർ. CNG കയറ്റി കഴിഞ്ഞാൽ നമുക്ക് അതിന് പോലെ വലിയൊരു അഭിപ്രായം. അതൊരോന്നാണ്. ഇപ്പത്തെ ഇതിൽ നമുക്ക് അറിയില്ല. അതുകൊണ്ട് എന്താ വണ്ടി മൈലേജ് കുറച്ച് 15 കിലോമീറ്റർ അടുത്ത് ഉണ്ടാവുള്ളൂ. പക്ഷെ അത് വണ്ടി പെട്രോൾ ആകുമ്പോ ഇത് പവർ ദമ്മുണ്ടാവും. അതാണ്. അപ്പൊ എന്താ മെക്കാനിക്കൽ പരമായിട്ടും ബോഡി പരമായിട്ടും വണ്ടിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. ഇതൊരു പാർട്ടിന്റെ വണ്ടി, അവിടെ തൊട്ട അയലക്കത്തുള്ള പാർട്ടിന്റെ വണ്ടിയാണ്. പള്ളിക്കവസാറുള്ള പാർട്ടിന്റെ വണ്ടിയാണ്. ഇത് നമുക്ക് 1.45 ഫൈനലാക്കി കൊടുക്കാം. 1.45 ഡീലർമാർ 1.25 ലക്ഷം റുപ്യക്ക് എടുക്കുന്ന വണ്ടിയാണ്. 1,25,000 റുപ്യക്ക് വരെ ഡീലർമാർ എടുക്കുന്ന വണ്ടി. അന്ന് ഞാൻ ആ പാർട്ടിയോട് നിങ്ങൾ കഴിഞ്ഞ മുന്നിൽ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അന്ന് മൂപ്പര് റേറ്റ് പോലെ മൂപ്പര് 1.60 കിട്ടും. നമുക്ക് ഒരാളോട് 1.50 അത് അയാൾ 1.60 കിട്ടുമെന്നപ്പോ പിന്നെ ഞാൻ 50 മൂപ്പരോട് പറഞ്ഞു. അപ്പൊ ഇപ്പൊ ഞാൻ കുറച്ചാണ്ട് കൊടുക്കാന്നുള്ള രീതിയിൽ പറഞ്ഞത്. അത് മൂപ്പര് കീപ്പിട്ട് ആവാതെ നമ്മളെ വണ്ടിയിലല്ലോ, പാർട്ടിന്റെ വണ്ടി ആകുമ്പോൾ ഓല് പറഞ്ഞതല്ലേ ഇപ്പൊ നമുക്ക് നമ്മളെ വണ്ടി ആകുമ്പോൾ നമുക്ക് എടുത്തു കൊടുക്കാം. അപ്പൊ അങ്ങനെ ഇതിൽ പറഞ്ഞതാണ്. അപ്പൊ ഇനി 1.45 വണ്ടി കൊടുക്കാം. ആവശ്യക്കാരെ ആരെങ്കിലും വന്ന് നോക്കിക്കോട്ടെ. സ്റ്റാർ ആണ് നിങ്ങളെ കാണിക്കുന്നത്. ചെറിയ പൈസ കൊടുക്കല്ലോ ബ്രോ? ചെറിയ പൈസ കൊടുക്കാം. എങ്ങനെയാ കാര്യങ്ങൾ? 2009 മോഡല് സ്റ്റാർ LXI AC ഉണ്ടാവും, പവർ സ്റ്റാറിംഗ് ഉണ്ടാവും. 29 ഒക്ടോബർ വരെ പേപ്പർ ഉണ്ട്. റീപ്ലേസ് ഇടി കുത്തും കാര്യങ്ങളൊന്നുമില്ല. നല്ല മെക്കാനിക് തുരുമ്പും കാര്യങ്ങളൊന്നുമില്ല. ഓടിക്കാനും ക്വാളിറ്റി കാര്യങ്ങൾ നല്ല ക്വാളിറ്റി വണ്ടി. ഈ വീഡിയോ കാണാൻ അതേ ക്വാളിറ്റി വണ്ടിമേലുണ്ട്. വണ്ടി കുറച്ച് പൊടി സർവീസ് ചെയ്യാത്ത വണ്ടി പാർട്ടി വന്നാൽ എടുത്തിട്ടേ പോകുള്ളൂ. ആവശ്യക്കാരനാണെങ്കിൽ ഓൻ വന്ന് എടുക്കാൻ തന്നെ വരുള്ളൂ. എടുക്കാതെ പോവില്ല. അത്രയും വണ്ടി ക്ലിയർ ആണ്. നിലവിൽ നമ്മൾ കണ്ടിട്ട് യാതൊരു കംപ്ലൈന്റും കാര്യങ്ങളൊന്നും ഇല്ല. ഓടിക്കാനൊക്കെ ഉഷാറാണ്. ലോങ് യാത്രക്കൊക്കെ പറ്റിയ വണ്ടിയാ. AC ഉണ്ട്, പവർ സ്റ്റാറിംഗ് ഉണ്ട്. ഇന്റീരിയർ നല്ല പുതിയ സീറ്റ് കവറും കാര്യങ്ങളാണ്. വേറെ സ്ക്രാച്ചും കാര്യങ്ങളൊന്നും ഇല്ല. ബോഡി കുറച്ച് കമ്മി ഉണ്ടല്ലോ, ഫ്രണ്ട് ടയർ ചെറിയൊരു കമ്മി ഉണ്ട്. ബാക്കിൽ അത്യാവശ്യം ഉണ്ട്. ആ ഒരു സൈഡത്തെ ടയർ മാത്രം കമ്മിയുള്ളൂ. ഈ ഒരു സൈഡ് മാത്രം. വണ്ടി എല്ലാം കൊണ്ട് തികഞ്ഞ വണ്ടി. എത്രക്ക് ചെയ്യാൻ പറ്റും? നമുക്ക് 1.10 കൊടുക്കാം. 1.10 കൊടുക്കാം. 2000 അലോയിലുള്ള വണ്ടി കേട്ടോ. എക്സ്ട്രാ അലോയ്സ് നമ്മൾ പറഞ്ഞിട്ടില്ല. അലവിൽ നമ്മൾ പൈസയും പറഞ്ഞിട്ടില്ല. 1.10 പറഞ്ഞിട്ടുള്ളൂ. വില കുറച്ചാണ്. നാസ്റ്റാർ 2009 നല്ല വണ്ടി 1.25 പോണ വണ്ടിയാണ്. 1.10 പൊട്ടിച്ചാണ്ട വില പറഞ്ഞത്. അത് നല്ല ക്ലിയർ വണ്ടി, നല്ല ബോഡി ഷേപ്പ് ഉള്ള വണ്ടി. അപ്പൊ ആവശ്യക്കാർ വന്ന് നോക്കിക്കോട്ടെ, വന്നിട്ട് ധൈര്യമായിട്ട് കൊണ്ടുപോയിക്കോട്ടെ. AC പവർ സ്റ്റിയറിംഗ് ഉള്ള ഒരു ആൾട്ടോ കാർ, അതും ഒന്നിന്റെ ഉള്ളിക്ക് കിട്ടും ഈ വണ്ടി. നല്ല ടോപ്പ് വണ്ടിയില, നല്ല വണ്ടി. മിയ എങ്ങനെയായിരുന്നു ഇത്? 2008 10 മാസം വണ്ടി. 2028 10 മാസം വരെ പേപ്പർ ഉണ്ട്. ഇൻഷുറൻസ് ഏകദേശം ഒരു 6 മാസം ഇൻഷുറൻസ് ഉണ്ട്. AC പവർ സ്റ്റാറിംഗ് ഒക്കെ വർക്കിംഗ് ആണ്. ആക്സിഡന്റ് റീപ്ലേസ് ഇല്ല. മെക്കാനിക്ക് ഒച്ചപ്പാടും ബളൊന്നുമില്ല. അതായത് ബുഷിന്റെ ഒന്നുമില്ല. ഒരു കച്ചല് പോയി കഴിഞ്ഞാൽ പോലും ഒരു ഒച്ചപ്പാടൊന്നുമില്ല. നിലവിലൊരു കുഴപ്പമില്ല. ക്ലച്ച് ഡിസ്കും പ്രഷർ പ്ലേറ്റ് ഒക്കെ ഇന്നലെ നമ്മൾ മാറിയതാ.
ഇന്നലെ മാറി. 6500 റുപ്യാണ്. ക്ലച്ച് ഡിസ്ക്, പ്രസൈഡ് പ്ലേറ്റ്, റിലീസ് ഫയറിംഗ് ഒക്കെ മാറി. ഓക്കെ. പണിഞ്ഞ ക്ലച്ചിന്റെ പണികളൊന്നും അടുത്ത് വരാനില്ല. അപ്പൊ ഇനി എടുക്കുന്ന ആൾക്ക് പെട്രോൾ എണ്ണ ഓടുക, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. വണ്ടിക്ക് നമ്മള് കൂടുതലായിട്ട് ചോദിക്കണില്ല. 2008 ഇപ്പൊ മഴയാണ് വരുന്നത്. 28 ഒക്ടോബർ വരെ പേപ്പർ ഉണ്ടാവും. നമുക്കത് ഒരു 85 റുപ്യ പറയണേ. ചെറുതായിട്ട് എന്തെങ്കിലും കുറച്ചൊരു 80 റുപ്യ ഫൈനലാക്കിയിട്ട് കൊടുക്കും. വണ്ടി നല്ല വണ്ടി. ഇതൊക്കെ 20 ദിവസം നിങ്ങൾ 20 ദിവസത്തിന് വാറണ്ടി ധൈര്യമായിട്ട് കൊടുക്കാം. പിന്നെ കൊടുക്കാൻ വേണമെങ്കിപ്പോ നമ്മളിത് തിരുവനന്തപുരം ആണെങ്കിൽ അവർക്ക് തിരുവനന്തപുരം നമ്മൾ കൊണ്ടുകൊടുക്കാം. നോ പ്രോബ്ലം. 20 ദിവസത്തിന്റെ ഉള്ളിൽ ഈ വണ്ടി കൊണ്ടിട്ട് എന്തെങ്കിലും സംഭവിച്ചാൽ ഇഞ്ചൻപരമായിട്ട് എന്തെങ്കിലും വേറൊന്നുമല്ല. ഇഞ്ചൻപരമായിട്ട് 20 ദിവസത്തിന്റെ ഉള്ളിൽ എന്തെങ്കിലും കംപ്ലൈന്റ് അപ്പൊ നമ്മള് ഏറ്റു. കാരണം ഇതിന്മേൽ ഇപ്പൊ ബാക്കിയുള്ളതൊന്നും വരാനില്ല. 20 ദിവസത്തിനുള്ളത് ഒന്നും വരാനില്ല. കാരണം ഷാറിംഗ് ബോക്സിന്റെ സൗണ്ടുകളൊക്കെ ഒന്നുമില്ല. കാരണം ഷാറിംഗ് ബോക്സ് ഒക്കെ ഇത് എടുത്തതാണ്. ഷാറിംഗ് ബോക്സിന്റെ ബുഷുകൾ, ലോറാം ബുഷ്, കോൺ ബുഷ്, ലോറാമതൊക്കെ മാറിയിരിക്കണം. അപ്പൊ അയിമല ഒച്ചപ്പാടും വളർന്നില്ല. പിന്നെ ഞാൻ കൊണ്ടായിട്ട് ക്ലച്ചിന്റെ ഡിസ്കിന്റെ പ്രശ്നങ്ങളില്ല. കാരണം ക്ലച്ച് ഡിസ്ക് പുതിയതാണ്. ഇഞ്ചിന് മാത്രമേ ഒരു അതാണ് ഇഞ്ചിന് 20 ദിവസം വാറണ്ടി കൊടുക്കും. വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പൊ ആവശ്യക്കാർ വന്നു നോക്കട്ടെ. ഗോൾഡൻ കളറിൽ വന്നിട്ടുള്ള നല്ലൊരു അടിപൊളി ZS-ലോ, അതും VXI ഓപ്ഷനിൽ വന്നിട്ടുള്ള ഒരു വാഹനം കേട്ടോ. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ ഒക്കെ വരും. ബ്രോ ഇത് എങ്ങനെയായിരുന്നു കാര്യങ്ങള്? 2008 VXI 28 വരെ പേപ്പർ ഉണ്ടാവും. റീപ്ലേസും കാര്യങ്ങളും ഒന്നുമില്ല. ഏകദേശം ടയറൊക്കെ ഒരു 80% ടയറൊക്കെ പുത്തനാണല്ലോ. ടയറൊക്കെ പുത്തൻ തന്നെ പറയാം. മെക്കാനിക്കലൊക്കെ ഫിറ്റ് ആണ്. തുരുമ്പ് കാര്യങ്ങളൊന്നുമില്ല. റീപ്ലേസും ഇല്ല. റീപ്ലേസും നല്ല നീറ്റ് വണ്ടി. ഒരു പല്ലിന്റെ ഡോക്ടർ കൊണ്ടുവന്ന വണ്ടിയാണ്. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ലേഡി തന്നെ ഉപയോഗിച്ചോണ്ടിരിക്കണം. വണ്ടി ചിമ്മിയും പൂട്ടിട്ടൊക്കെ കണ്ണും ചിമ്മി പോയാലും വണ്ടി തട്ടുന്നില്ല. നല്ല ഫ്രീ ആണ്. മെക്കാനിക്കലും ഫിറ്റ് ആണ്. ധൈര്യമായിട്ട് കൊണ്ടാ. 28 വരെ പേപ്പർ. ഓണർഷിപ്പ് 3 ആയിണ്ടാവുള്ളൂ. ഓണർഷിപ്പ് ആയ വണ്ടിയല്ല. കിലോമീറ്റർ 98,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വേറെ കുഴപ്പങ്ങളൊന്നും 95 റുപ്യ കൊടുക്കാം. 95 രൂപ അല്ല. ധൈര്യമായിട്ട് വിശ്വസിച്ച് കൊണ്ടുപോകും ചെയ്യാം. മഴയൊക്കെയാണ്. വേഗം വിളിച്ചോളി, വേണം കൊണ്ടേക്കോളി. ആവശ്യക്കാർ വിളിച്ചോളി. വീണ്ടും ഒരു ആൾട്ടോ കാർ, AC-യും പവർ സ്റ്റിയറിംഗും ഉള്ള ഒരു വാഹനം. അതും ഓപ്ഷൻ തന്നെ LXI. ഇത് 2009 LXI ആണ്. 2029 വരെ പേപ്പർ ഉണ്ട്. പിന്നെ റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല. AC-യും പവർ സ്റ്റിയറിംഗ്. ഫ്രണ്ടിലേക്ക് 2 പവറിന്റെ അഡീഷണൽ കയറ്റിയിട്ടുണ്ട്. പവർ വിൻഡോ ഫ്രണ്ടിൽ 2 പവറിന്റെ ഉണ്ട്. സെൻട്രൽ ലോക്കും ഉണ്ട്. പിന്നെന്താ വേണ്ടത്? നല്ല ബോഡി ഷേപ്പുള്ള വണ്ടി. ചെറിയ ഫ്രണ്ടിലെ ബമ്പറും ബാക്ക് ബമ്പറും ചെറിയ സ്ക്രിപ്റ്റ് ഉണ്ട്. ചെറിയൊരു ഇതുണ്ട്. ബാക്കും ഫ്രണ്ടും അത് മാത്രമേ ഉള്ളൂ. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. വേറെ പ്രശ്നങ്ങൾ മെക്കാനിക്കൊക്കെ ഫിറ്റ് ആണ്. ഓട്ടോക്ക് എത്ര ഉണ്ടാവും? ഒന്നിന്റെ ഉള്ളിലുണ്ടാവും. വേറെ തട്ടുമുട്ട് ഇടിമുട്ടൊന്നുമില്ല. എത്രക്ക് ചെയ്യാൻ പറ്റും? ഇത് നമുക്ക് ഉറപ്പ് കൊടുക്കാം. ആവശ്യക്കാർ വിളിച്ചോട്ടെ. ഇവിടെ ഖിദ്മത്തിന്റെ ഒരു ക്രിസ്റ്റയാണ് നിങ്ങളെ കാണിക്കുന്നത്. ഇവിടെ ഏറ്റവും ടോപ്പ് റേഞ്ചിലുള്ള ഒരു വാഹനം ഇതൊന്നും തന്നെ അല്ലേ. ഇന്നോവ ഉണ്ടായിരുന്നു, അത് പോയി. ഇപ്പൊ ഈ ഒരു വണ്ടി മാത്രമാണ്. ഇപ്പൊ ഈ യുദ്ധത്തിന്റെ ഒക്കെ ഈ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് ഈ വലിയ വേലിന്റെ ഒക്കെ പോവാൻ കുറച്ച് പാടാണ്. അതിപ്പോ നമ്മൾ ഒരു ടീമിന് കൊടുത്തിട്ടുണ്ടേനി. അവർക്ക് ലോണ് കുറച്ച് 28 റുപ്യ മാസമായിട്ട് വന്നപ്പോലെ ആ യുദ്ധം തുടങ്ങിയതിന്റെ ശേഷാണ്ട് ഞാൻ അവർക്കൊരു പേടി. കാരണം ഇപ്പൊ ലോണ് കൂടുതൽ ഇടുമ്പോ 13 ലക്ഷം റുപ്യ 12 ലക്ഷം റുപ്യ ലോൺ അവർക്ക് റെഡി ആയി. ഫുള്ള് ലോണൊക്കെ ഇട്ട് കഴിഞ്ഞാല് നല്ല EMI വരും കേട്ടോ. അതെ, അതുകൊണ്ട് അവര് അങ്ങനെ ഒരു ഇതിലാണ് ഇതായതാ. അല്ലെ പിന്നെ ഓല് പറഞ്ഞ അങ്ങനെ യുദ്ധം തുടങ്ങിയതിന്റെ ശേഷം ഒരു പേടി. അങ്ങനെ നാട്ടിക്ക് വന്ന ആൾക്കാരെ അതാ പോകാൻ പറ്റൂല വെച്ചിട്ട് ലോണൊക്കെ കുടുംബം വെച്ചിട്ട് അങ്ങനെ ഇതൊക്കെ എടുക്കുന്ന ആള് പകുതി പൈസയും പകുതി ലോൺ അങ്ങനെയൊക്കെ നല്ല സുഖം. അതാകുമ്പോ ചെറിയൊരു അടവ് ഉണ്ടാവുള്ളൂ. വലിയ അടവ് ലോൺ ഇടുന്നവർക്ക് വലിയ ബുദ്ധിമുട്ടാവും. ഓലൊക്കെ മാക്സിമം ലോണിന്റെ ആൾക്കാരെ. അതെ, നമ്മള് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ വണ്ടി. അതുകൊണ്ട് ഇതിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. അല്ല, ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ലോണ് ഇങ്ങനെയുള്ള ഒരു പ്രശ്നം ആയതുകൊണ്ട് നമ്പർ ആവാത്ത പ്രശ്നം ലോൺ കിട്ടാൻ ഇപ്പൊ നമ്പർ ഇപ്പൊ ഓൾറെഡി ആയി. നമ്മള് കഴിഞ്ഞ നമ്പർ ആയിട്ടുണ്ടായിരുന്നില്ല. കേരള 65 നമ്പറാക്കി. ഇനിയിപ്പോ ലോൺ എടുക്കുന്നതിനും തടസ്സമൊന്നും ഉണ്ടാവില്ല അല്ല. ഓക്കെ, എങ്ങനെയായിരുന്നു മോഡൽ ഇത്? 2017 V ആണ്, G4 അല്ല V. ഓക്കെ, ഓട്ടോ എത്ര ഉണ്ട്? 119 ഓടി. മാനുവൽ വണ്ടി അല്ല? മാനുവൽ. ഓക്കെ, കറക്റ്റ് ഓട്ടാണ്. റീപ്ലേസ് എന്തെങ്കിലും മെയിൻ ഗ്ലാസ് മാത്രം റീപ്ലേസ് ആണ്. വേറെ ബോണറ്റ് ഒന്നും മാറിയില്ല.
മെക്കാനിക് ഒക്കെ ഫിറ്റ് ആണ്, പക്കല്ല. പക്കയാണ്. എവിടെ വേണമെങ്കിലും ഷോറൂമിൽ കൊണ്ട് ചെക്ക് ചെയ്ത് എടുത്താൽ മതി, അതൊന്നും പ്രശ്നമില്ല. എല്ലാം ആളുണ്ടല്ലോ ഓടെ ചെക്ക് ചെയ്തിട്ട് മാത്രം എടുത്താൽ മതി. മതി. വേറെ വണ്ടിമേ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ബോഡി പരമായിട്ടും ബോഡിയൊക്കെ പക്കയാണ്, ഒറിജിനാലിറ്റിയാണ്. ഇതിപ്പോ നമ്മളിങ്ങോട്ട് പറയില്ല, നമ്മള് വലിയ സെറ്റപ്പ് ഉള്ള ആടല്ല, ചെറിയ ആടാണ് ചെറുവണ്ടി വെക്കുന്നത്. വലിയ ആടിലൊക്കെ വെച്ച് അതൊക്കെ ചിലപ്പോൾ ആൾക്കാർ കാണാനൊരു വീസും. ഇതിപ്പോ നമ്മള് ചെറിയ ആടായിട്ടാണ്. വണ്ടി ഒറിജിനാലിറ്റിയാണ്. ആയിക്കോട്ടെ, ആരെങ്കിലും ഇതിന് നോക്കുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ. ഇത് എത്രക്ക് ചെയ്യാൻ പറ്റും? നമുക്ക് 15 ലക്ഷം റുപ്യക്ക് നമ്പറായി 15 ലക്ഷം റുപ്യ കൊടുക്കാം. 15 ലക്ഷം എന്തെങ്കിലും മാറ്റം വരുത്തിയാണ് കൊടുക്കും ചെയ്യാം. അതും 2017 ആണ് കേട്ടോ. മാക്സിമം 12 ലക്ഷം 12.5 അടുത്ത് ലോൺ കിട്ടും. അപ്പൊ ആവശ്യക്കാർ വിളിച്ചോട്ടല്ല. ഇവിടെ ഒരു ഓട്ടോമാറ്റിക് വണ്ടി കാണിച്ചു കൊടുക്കാം, അതും നല്ല ക്വാളിറ്റി വണ്ടിയല്ല. 2016 മോഡല് ഡിസൈർ ആണ്. ഓട്ടോമാറ്റിക്. ഓട്ടം കുറവുണ്ട്, ഓട്ടോമാറ്റിക് ആണ്. അതെ, ഓട്ടം കുറവാണ്, ഓട്ടോമാറ്റിക് ആണ്. പറഞ്ഞോളി. 2016 60,000 കിലോമീറ്റർ, സിംഗിൾ ഓണർ, AC ഉണ്ടാവും, പവർ സ്റ്റാറിംഗ് ഉണ്ടാവും, 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, എക്സ്ട്രാ അലോയ്സ് ഗേറ്റിന്, റിവേഴ്സ് ക്യാമറ, LCD കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി. പക്ക വണ്ടി. 90% ഓടാനുള്ള 4 പുത്തൻ ടയറുണ്ട്. പാർട്ടിന്റെ ജെനുവിന് പാർട്ടി കൊണ്ടുവച്ച വണ്ടിയാണ്. ബാക്കിലെ പമ്പർ മാത്രമേ സ്ക്രാച്ച് ഉണ്ട്. പാർട്ടി നിലവിൽ നമ്മുടെ അടുത്തുള്ള പാർട്ടി ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ക്ലിയർ ആക്കിയിട്ട് പാർട്ടിക്ക് കൊടുക്കാം. ഒരു മൈനസ് പറയാനില്ല, ഒന്നും പറയാനില്ല. ധൈര്യമായിട്ട് കൊണ്ടുപോകാം. ഇത് 4,00,000 റുപ്യ കൊടുക്കാം. ലോൺ 4 ലക്ഷം റുപ്യ ലോൺ കിട്ടും. 4 ലക്ഷം ലോൺ കിട്ടും. ഓട്ടോമാറ്റിക് ആണ്. ചിലപ്പോ 4,500 റുപ്യം കയറും, ചിലപ്പോ 4,400 ഓട്ടോമാറ്റിക് ആയിട്ട് 4,400 കയറും. 4,400 കയറൂല. ചെറിയ പൈസ ഉണ്ടായി, ചെറിയ മുടക്കില് ഇറക്കിക്കൊണ്ടാ. ആവശ്യക്കാർ വിളിച്ചോട്ടല്ല. i20 ഡീസൽ ആണ്. i20 ഡീസൽ കുറച്ച് റയർ ആണ്. അങ്ങനെ ഈ കളറും കുറെ ഈ കളറ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കളറാണ്. ചെക്കന്മാർക്കൊക്കെ നല്ല ഇതിലെ ഇഷ്ടപ്പെടുന്ന കളർ. ഇത് മോഡൽ എങ്ങനെയായിരുന്നു? 2018 മോഡല്. മോഡലുണ്ട്. മോഡലുണ്ട്. ഓക്കെ. 18 മോഡല് മാഗന ഓപ്ഷനിൽ വരുന്ന വണ്ടിയാണ്. റീപ്ലേസും കാര്യങ്ങളും എത്ര ഉണ്ടാവും? ഓട്ടോ 1,24,000. അത് ഹിസ്റ്ററി ഒക്കെ ഉള്ള വണ്ടി തന്നെ. ഡീസൽ വണ്ടി എന്തായാലും ഓടാതിരിക്കില്ല. സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സെക്കൻഡ് ഓണർ ആണ്. റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല. ഇത് നമുക്ക് 5,20 കൊടുക്കാം. 5 ലക്ഷം റുപ്യ ലോണും കയറും. 5 ലക്ഷം രൂപ ലോൺ കിട്ടും. ഒരു ടെൻഷനും വേണ്ട. ഒരു ടെൻഷനില്ല കൊണ്ട പക്ക വണ്ടി. നല്ല നീറ്റ് കണ്ണി ചിമ്മിട്ട് തുറന്നിട്ട് എടുക്കാൻ പറ്റിയ അല്ല ഹിദുമത്തിന്റെ വണ്ടി. ഹിദുമത്തിന്റെ പെട്ടി പീസ്. ആവശ്യക്കാർ വിളിച്ചോട്ടെ. ഇവിടെ അവസാനമായിട്ട് നിങ്ങളെ കാണിക്കാൻ പോകുന്ന നല്ലൊരു പെട്ടി പീസ് ആൾട്ടോ 800 ആണ്. അതും 62,000 കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടി. 62,000 കിലോമീറ്റർ ഓടിയ വണ്ടി. LXi. AC പവർ സ്റ്റാറിംഗ്. അപ്പോ ഇവിടെ നമ്മൾ കാണിച്ച ഏതെങ്കിലും വാഹനങ്ങൾ നിങ്ങൾക്ക് എടുക്കാനുണ്ടെങ്കിൽ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ മൂപ്പര നമ്പർ വീഡിയോയിലുണ്ട്. ഫസ്റ്റ് കൊടുക്കുന്ന നിങ്ങൾ നമ്പർ അല്ല, ബാക്കി 3 നമ്പർ ഉണ്ടാവും. 2 നമ്പർ ഉണ്ടാവും. ഫ്രഷ് 2 നമ്പറിന്റെ ഉണ്ടാവും. അടിയിൽ നമ്മൾ 3 നമ്പർ ഉണ്ടാവും. ഒന്ന് ഓഫീസിലപ്പോ നമ്പർ ഉണ്ട്. പുതിയത് ഒന്നിൽ കിട്ടിയില്ല മറ്റൊന്നിൽ വിളിച്ചാൽ മതി. അപ്പോ ആൾട്ടോ 800 എങ്ങനെയായിരുന്നു മോഡല്? ഇത് 2015 LXi ആണ്. 62,000 കിലോമീറ്റർ. റീപ്ലേസ് ഇല്ല. നിലവിൽ സെക്കൻഡ് ഓണർ. ഒരു വീട്ടിൽ നിന്ന് സെക്കൻഡ് ഓണർക്ക് മാറ്റിന്നുള്ളൂ. റീപ്ലേസ് ഇല്ല. AC പവർ സ്റ്റാറിംഗ്, 2 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക് ഒക്കെ ഉള്ള വണ്ടി. ക്ലിയർ വണ്ടി. അതായത് കണ്ണ് ചിമ്മിട്ട് ഒന്നുമില്ല. റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല. ഗ്യാരണ്ടിയാണ്. നമുക്ക് 2.10 ആസ്കിംഗ് പ്രൈസ് പറയുന്നുണ്ട്. 2 റുപ്യ ഫിക്സഡ് ഫൈനലാക്കിയിട്ട് കൊടുക്കാം. ഒരു ഏകദേശം ഒരു 1.45 1.50 ലോൺ കിട്ടും. ആ ഒരു 10-20 റുപ്യൊക്കെ കൊണ്ടുവന്നാൽ കൊണ്ടുപോവാ അല്ല. അതും 15 വണ്ടി 62,000 കിലോമീറ്റർ മാത്രം ഓടിയ 9ാം മാസം വണ്ടി. ഒരു വീട്ടില് സെക്കൻഡ് ഓണർ ആയ വണ്ടി അല്ല. ഓക്കെ, ഒരു ടെൻഷനും വേണ്ട. ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കിക്കോ. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഗുഡ് ബൈ. ഓക്കെ, റഷീദ് ഭായ്.